Purchase voucher F9. Purchase voucher is used to record all entries related to purchase made by a company. In trading business, purchase is made for selling with the aim of making profit. Purchase is a direct expense and it is used to calculate cost of goods sold. All purchases cannot be treated and posted under purchase account. Purchase made in regular course of business is only entered in this voucher. Remember, purchase of fixed asset or stationery for office use is entered through payment voucher and not through purchase voucher. Purchases are made on cash or credit basis. Tally allows to enter both cash and credit purchases. Entry in purchase voucher affects inventory information because it changes the value and quantity of items in the stock. To create purchase voucher, ഒരു പർച്ചേസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലി, അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്, സെലക്ടിങ് F9. നമ്മൾ പർച്ചേസ് വൗച്ചർ റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രീസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്ന സമയത്തും അവിടെ പർച്ചേസ് വൗച്ചർ യൂസ് ചെയ്തിട്ടല്ല പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ബിസിനസ്സിൻ്റെ റെഗുലർ കോഴ്സ് ഓഫ് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ പർച്ചേസ് വൗച്ചറിലൂടെ എൻ്റർ ചെയ്യുള്ളൂ. ഇനി എങ്ങനെയാണ് പർച്ചേസ് വൗച്ചറിലേക്ക് പോകാമെന്ന് നോക്കിയാൽ നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, അവിടെ അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് F9 കാണാം. F9 സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് വൗച്ചർ സ്ക്രീൻ അപ്പിയർ ചെയ്യും. പർച്ചേസ് വൗച്ചർ അപ്പിയർ ആൻഡ് In this voucher we will find some more buttons that are important to enter purchase entry. ഈ സൈഡിൽ കുറച്ച് മോഡ് ബട്ടൺസ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊരു പർച്ചേസ് വൗച്ചർ ആണ്. For making entry there are two modes available. These mode can be activated by clicking buttons provided at the right panel. We can choose any one of the following mode for entering transaction as a voucher or as an invoice. രണ്ട് മോഡിലാണ് നമുക്ക് പർച്ചേസ് എൻട്രി എൻ്റർ ചെയ്യാൻ പറ്റുക. ഒന്ന് വൗച്ചർ മോഡലും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് മോഡലുമാണ് എൻ്റർ ചെയ്യാൻ പറ്റുക. വൗച്ചർ ഇല്ലെങ്കിൽ ഇൻവോയ്സ് അത് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ വൗച്ചർ മോഡാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ആൻഡ് വൗച്ചർ മോഡ് സ്റ്റൈൽ ഓഫ് വൗച്ചർ വി ക്യാൻ എൻ്റർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഇൻവോയ്സ്. ആ വൗച്ചർ മോഡിൽ നമുക്ക് പർച്ചേസും സെയിലും എൻ്റർ ചെയ്യാൻ പറ്റും. ഈ വൗച്ചർ മോഡിൻ്റെ ഈ സ്ക്രീനൊന്ന് ശ്രദ്ധിച്ചേ. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്റ്റ് കാണിക്കുന്ന മോഡിനെയാണ് നമ്മൾ വൗച്ചർ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചർ മോഡിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് ഷോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അവിടെ ഇപ്പോൾ നമ്മൾ വൗച്ചർ മോഡ് ആയതുകൊണ്ടാണ് അവിടെ ആസ് എൻ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻവോയ്സ് മോഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇൻവോയ്സ് മോഡിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ദിസ് മോഡ് വി ക്യാൻ എൻ്റർ ട്രാൻസാക്ഷൻ ഇൻ ദി സ്റ്റൈൽ ഓഫ് എൻ ഇൻവോയ്സ്. ഇൻവോയ്സ് സ്റ്റൈലിലാണ് ഉണ്ടാകുക. അതായത് ഇൻവോയ്സ് സ്റ്റൈൽ ആവുന്ന സമയത്ത് അവിടെ ഒരു ഡെബിറ്റും ക്രെഡിറ്റ് ഡീറ്റെയിൽസും ഒന്നും ഉണ്ടാവില്ല. പാർട്ടീൻ്റെ നെയിം എത്രയാണ്, എന്താണ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. സപ്പോസ് നമ്മൾ ഒരു പാർട്ടീൻ്റെ നെയിം അടിച്ചു, എന്നിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഡെബിറ്റും ക്രെഡിറ്റും അവിടെ വരില്ല. അതാണ് വൗച്ചർ മോഡും ഇൻവോയ്സ് മോഡും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. വൗച്ചർ മോഡ് ആവുന്ന സമയത്ത് ആ സ്ക്രീനിൽ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. ഇൻവോയ്സ് മോഡ് ആവുന്ന സമയത്ത് ഇൻവോയ്സ് മോഡ് ജസ്റ്റ് പാർട്ടി നെയിം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ദർ ആർ ടു ഇൻവോയ്സ് വൗച്ചർ മോഡ് ജസ്റ്റ് അബവ് ദി ബട്ടൺ. നിങ്ങൾ ബട്ടൺ ദർ ആർ ഐറ്റം ഇൻവോയ്സ് ആൻഡ് അക്കൗണ്ടിങ് ഇൻവോയ്സ് ബട്ടൺ. നമ്മൾ രണ്ട് ടൈപ്പ് ഇൻവോയ്സ് ഉണ്ട്. നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐറ്റം ഇൻവോയ്സും അക്കൗണ്ടിങ് ഇൻവോയ്സും. ഐറ്റം ഇൻവോയ്സ് ഈസ് ദി ഇൻവോയ്സ് ഇൻ വിച്ച് സ്റ്റോക്ക് ഐറ്റം ക്യാൻ ബി സെലക്റ്റഡ് ആൻഡ് ഇറ്റ്സ് മൂവ്മെൻറ്റ് ക്യാൻ ബി റെക്കോർഡഡ്. ഓൾസോ ഐറ്റം വൈസ് ബിൽസ് വിൽ ബി പ്രിൻറ്റഡ്. ഐറ്റം മോഡ് ആവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഐറ്റം മോഡിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ കറണ്ട്, അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് സെയിൽ ചെയ്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ
സോറി, പർച്ചേസ് വൗച്ചർ അല്ലേ, എത്ര ക്വാണ്ടിറ്റിയാണോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പർച്ചേസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി വൈസ് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന മോഡിനെയാണ് നമ്മൾ ഐറ്റം മോഡ് എന്ന് പറയുക. അതായത് നമ്മൾ ഈ സ്ക്രീന് നോക്കൂ, ഇത് ഐറ്റം മോഡിലുള്ള സ്ക്രീനാണ്. നെയിം ഓഫ് ഐറ്റം ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്, റേറ്റ് പെർ ക്വാണ്ടിറ്റിയാണ്, എന്നിട്ടാണ് നമ്മൾ എമൗണ്ട് കാണിക്കുന്നത്. ഇങ്ങനെ ഈ മോഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐറ്റം ഇൻവോയ്സ് എന്ന് പറയാം. അക്കൗണ്ടിങ് ഇൻവോയ്സ് ആവുന്ന സമയത്ത് സാധാരണ സർവീസ് ഓർ ട്രാൻസാക്ഷൻസിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ഓൺലി പർച്ചേസ് ലെഡ്ജർ ക്യാൻ ബി സെലക്റ്റഡ് ആൻഡ് നോ സ്റ്റോക്ക് ഐറ്റം ഡ്യൂറിങ് വൗച്ചർ എൻട്രി. സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്വാണ്ടിറ്റി കാണിച്ചില്ല, റേറ്റ് മാത്രമേ കാണിച്ചുള്ളൂ, റേറ്റും എമൗണ്ടും മാത്രമേ കാണിച്ചുള്ളൂ. അതാണ് ഈ ഐറ്റം ഇൻവോയ്സും അക്കൗണ്ടിങ് ഇൻവോയ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. Unconventional vouchers. These special vouchers are used to record provisional or non-accounting transactions. They do not confuse the main books of account with unnecessary entries and at the same time make the information available. These vouchers enable valuable report in terms of provisional accounts and forecasting. The important vouchers of this type are given below. അതായത് അൺകൺവെൻഷണൽ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോൺ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൗച്ചേഴ്സാണ് അൺകൺവെൻഷണൽ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മെയിൻ ബുക്സിലൊന്നും കാണിക്കില്ല. ഇതിൽ വരുന്ന വൗച്ചേഴ്സാണ് മെമ്മോ വൗച്ചേഴ്സ്, ഓപ്ഷണൽ വൗച്ചേഴ്സ്, റിവേഴ്സിംഗ് ജേർണൽസ്, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ്. ഇത് നാലുമാണ് അൺകൺവെൻഷണൽ വൗച്ചേഴ്സ്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് മെമ്മോ വൗച്ചറാണ്. എന്താണ് ഒരു മെമ്മോ വൗച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. Ctrl+F10 ആണ് മെമ്മോ വൗച്ചർ. ദിസ് ഈസ് എ നോൺ അക്കൗണ്ടിംഗ് വൗച്ചർ ആൻഡ് എൻട്രീസ് ഇൻ ദി വൗച്ചർ വിൽ നോട്ട് അഫക്റ്റ് അവർ അക്കൗണ്ട്സ്. ടാലി ഡസ് നോട്ട് പോസ്റ്റ് ദീസ് എൻട്രീസ് ടു ലെഡ്ജേഴ്സ് ബട്ട് സ്റ്റോർ ദം ഇൻ എ സെപ്പറേറ്റ് മെമ്മോറാണ്ടം രജിസ്റ്റർ. അതായത് നമ്മുടെ വൗച്ചേഴ്സിനെ ലെഡ്ജേഴ്സിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത വൗച്ചറാണ് മെമ്മോ വൗച്ചർ എന്ന് പറയുന്നത്. ടാലി ഈ ഐറ്റംസ് ഒന്നും നമ്മുടെ ലെഡ്ജേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു സെപ്പറേറ്റ് മെമ്മോറാണ്ടം ആക്കിയിട്ട് രജിസ്റ്റർ ആക്കിയിട്ട് ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് വൗച്ചർ ഈസ് യൂസ്ഡ് ഇൻ സ്പെഷ്യൽ കേസസ് വേർ വി വാണ്ട് ടു റെക്കോർഡ് സ്പെസിഫിക് ട്രാൻസാക്ഷൻ ബട്ട് ഡസ് നോട്ട് ആക്ച്വലി റിക്വയർ ടു അഫക്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ക്യാഷ് അക്കൗണ്ട് ഓർ ബാലൻസ് ഓഫ് എനി ലെഡ്ജർ. If there is no clarity of transactions while it occurs, entries are made in memorandum vouchers. We can edit later when actual details are available. നമ്മൾ ചില കേസിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ട്രാൻസാക്ഷന് ക്ലാരിറ്റി ഇല്ലെങ്കിലും അതും മെമ്മോറാണ്ടം വൗച്ചറിൽ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിന് ക്ലാരിറ്റി വരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് എഡിറ്റ് ചെയ്തിട്ട് ആക്ച്വൽ ലെഡ്ജറിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. Tally stores memo voucher in separate register called memo register. Memo vouchers are used when the user has to make suspense payments or he has to make transaction for which user does not have complete information at present. അതായത് പ്രസൻറ്റിൽ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇല്ലാത്ത ട്രാൻസാക്ഷൻ്റെ കേസിലോ അല്ലെങ്കിൽ സസ്പെൻഡ് പേയ്മെൻറ്റ്സിൻ്റെ കേസിലോ ഒക്കെ മെമ്മോ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. Suspense account like traveling expenses, post-dated accounts like post-dated checks given or received are come under memo voucher. To create a memo voucher, ഇനി നമുക്ക് എങ്ങനെയാണ് മെമ്മോ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. മെമ്മോ വൗച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവാം. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയാണ്. നിങ്ങൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് കാണാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. സൈഡിൽ നോക്കുക. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ F10 കാണിക്കുന്നത് മെമ്മോ വൗച്ചേഴ്സാണ്. ഗേറ്റ് വേ ഓഫ് ടാലി അക്കൗണ്ട് വൗച്ചേഴ്സ് Ctrl+F10 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മോ വൗച്ചർ കിട്ടി. അപ്പോൾ നമ്മൾ അടിച്ചു മെമ്മോ വൗച്ചറിൽ ഇപ്പോൾ കയറിയിട്ടുള്ളതാണ് മെമ്മോ വൗച്ചർ എന്ന് പറയുന്ന സ്ക്രീന്. ഇവിടെയാണ് നമുക്ക് മെമ്മോ വൗച്ചേഴ്സ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. We can alter and convert memo voucher into regular voucher at a later time when we decide to bring entry into our books of accounts. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെമ്മോ വൗച്ചറിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ഇൻകംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ മെമ്മോ വൗച്ചറിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് കറസ്പോണ്ടിങ് വൗച്ചറിലേക്ക് പിന്നെ ഇത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്.
മെമ്മോ വൗച്ചറിൻ്റെ റിപ്പോർട്ട് കാണണമെങ്കിൽ എല്ലാ മെമ്മോ വൗച്ചർ ഡിസ്പ്ലേ നിങ്ങൾ മെമ്മോ വൗച്ചറിൻ്റെ അകത്തുനിന്ന് സെലക്ട് ഡിസ്പ്ലേ എടുക്കുക, എക്സംഷൻ റിപ്പോർട്ട്, എന്നിട്ട് മെമ്മോറാണ്ടം വൗച്ചറിൽ പോവുക. സെലക്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മന്ത് ആണെങ്കിൽ ആ മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മോ വൗച്ചറിൻ്റെ റിപ്പോർട്ട് കിട്ടാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഈ മെമ്മോ വൗച്ചറിൻ്റെ യൂസസ് എന്നുള്ളത് നോക്കാം. മേക്കിംഗ് സസ്പെൻസ് പേയ്മെൻറ്റ്സ്. മെമ്മോ വൗച്ചേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് സം സസ്പെൻസ് പേയ്മെൻറ്റ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മെമ്മോ വൗച്ചേഴ്സ് സസ്പെൻസ് പേയ്മെൻറ്റ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സസ്പെൻസ് പേയ്മെൻറ്റ്സ് എക്സാക്റ്റ് പേയ്മെൻറ്റ് എന്താണെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് അതിനെ വേണമെങ്കിൽ ലെഡ്ജറിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ വൗച്ചേഴ്സ് നോട്ട് വെരിഫൈഡ് അറ്റ് ദി ടൈം ഓഫ് എൻട്രി. Sometimes it may happen that we do not understand the details of voucher we enter into it. നമ്മളൊരു വൗച്ചർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിൽസും ഇല്ലെങ്കിലും നമുക്കത് മെമ്മോ വൗച്ചറിലേക്ക് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് പിന്നീട് നമുക്കത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഐറ്റം ഗിവ്സ് ഓൺ അപ്രൂവൽ. ജനറലി വി നോർമലി എൻ്റർ ഓൺലി കംപ്ലീറ്റഡ് സെയിൽസ് ഇൻ ടു ബുക്സ്. സപ്പോസ് ഐറ്റംസ് ആർ ഗിവൺ ഓൺ അപ്രൂവൽ വി ക്യാൻ ട്രാക്ക് ദം വിത്ത് എ memo voucher and convert into proper sales voucher or delete memo voucher depending on the outcome. നമുക്ക് അപ്രൂവൽ കിട്ടാതെ നമ്മൾ ഐറ്റംസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഐറ്റംസൊക്കെ മെമ്മോ വൗച്ചറിൽ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യും. കാരണം നമുക്ക് ഈസിലി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്മോ വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യാം. ഇനി റെക്കോർഡ് ചെയ്തിട്ട് നമുക്കതിനെ പിന്നീട് പ്രോപ്പർ സെയിൽസ് വൗച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ മെമ്മോ വൗച്ചറിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് മെമ്മോ വൗച്ചേഴ്സിൻ്റെ യൂസേഴ്സിൽ പറയുന്നത്. മെമ്മോ വൗച്ചറിൽ റിപ്പോർട്ട് കാണിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഈ സ്ക്രീനിൽ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി അത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ഓഫ് മെമ്മോ വൗച്ചറിൽ സെലക്ട് ഡിസ്പ്ലേ എടുക്കണം. നമ്മൾ ആദ്യം തന്നെ അവിടെ ഡിസ്പ്ലേ എടുക്കുക. ഡിസ്പ്ലേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സംഷൻ റിപ്പോർട്ട്സ് നമുക്ക് കാണാം. എക്സംഷൻ റിപ്പോർട്ടിൽ പോവുക. എക്സംഷൻ റിപ്പോർട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ നോക്കും മെമ്മോറാണ്ടം വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ മെമ്മോറാണ്ടം ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മന്തിലെ റിപ്പോർട്ടാണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ മന്തിലെ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വൗച്ചർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ കാര്യമായിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മെമ്മോ വൗച്ചർ എടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്ഷണൽ വൗച്ചേഴ്സ്. ദിസ് ഈസ് അനദർ നോൺ അക്കൗണ്ടിംഗ് വൗച്ചർ. ഓപ്ഷണൽ വൗച്ചർ ഈസ് നോട്ട് എ വൗച്ചർ ടൈപ്പ് ബട്ട് ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ available in every regular voucher type like contra, payment, receipt, journal, sales, purchase, etc. We can convert every regular voucher into optional. The option is available for inventory voucher also. This option makes our voucher optional. We may convert it into a regular voucher later if we want. By marking a voucher optional, the voucher does not get posted anywhere but remains in the optional voucher register. This will not reflect in books of account. This is because these vouchers are also known as non-accounting vouchers. Optional vouchers is used to record incomplete transactions, just like payment of approval of management. Optional voucher is also used for creating pro forma invoice before raising actual invoice, or creating projected profit and loss account and balance sheet, or creating provisional profit and loss account and balance sheet, etc. ഓപ്ഷണൽ വൗച്ചേഴ്സും എന്ത് തന്നെയാണ്? നോൺ അക്കൗണ്ടിങ് വൗച്ചർ ആണ്. ആക്ച്വലി ദിസ് ഇസ് നോട്ട് എ വൗച്ചർ ടൈപ്പ്. അതൊരു വൗച്ചർ ടൈപ്പിലുള്ളതല്ല. സാധാരണ അതിൽ പക്ഷേ നമ്മുടെ റെഗുലർ വൗച്ചറിൻ്റെ ഓപ്ഷൻസൊക്കെ കോൺട്രാ, പേയ്മെൻറ്റ്, റിസിപ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണെങ്കിലും അതൊരു ഓപ്ഷൻ വൗച്ചർ ടൈപ്പ് അല്ല. നമുക്ക് റെഗുലർ വൗച്ചറിനെ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻ ഇൻവെൻറ്ററി വൗച്ചറിലും അവൈലബിൾ ആണ്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു റെഗുലർ വൗച്ചറിനെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലായിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഒരു വൗച്ചറിനെ ഓപ്ഷണലാക്കുന്നത് കൂടെ നമുക്ക് അത് എല്ലാ സ്ഥലത്തേക്കും ഇതാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് നമുക്കൊരു ഓപ്ഷണൽ വൗച്ചറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്.
നമ്മളൊരു വൗച്ചറിനെ ഓപ്ഷണലാക്കുന്നതോടെ നമുക്ക് ഓപ്ഷണൽ വൗച്ചേഴ്സ് ആ രജിസ്റ്ററിൽ റിമെയിൻ കാണിക്കും. എപ്പോഴും ഇങ്ങനെ ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണിക്കും. അതാ ഇവിടെ കണ്ടോ, സൈഡിൽ കണ്ടില്ലേ, അവിടെ ഓപ്ഷണൽ എന്നുണ്ട്, അതല്ലെങ്കിൽ റെഗുലർ എന്നുണ്ട്. നമ്മൾ ഓപ്ഷണൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ഇവിടെ ഈ ആ ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്ഷണൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് വരുന്നത്. പിന്നീട് വേണമെങ്കിൽ നമുക്കതിനെ റെഗുലറായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓപ്ഷണൽ ആണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും അഫക്റ്റ് ചെയ്യില്ല, ഇതിങ്ങനെ തന്നെ കാണിക്കും. അതിന് പക്ഷെ നമ്മൾ റെഗുലറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നീട് ഇതൊക്കെ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ P&L അക്കൗണ്ടിനെ ബാലൻസ് ഷീറ്റിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആയിട്ട് മാറും. ഹൗ ടു ക്രിയേറ്റ് എൻ ഓപ്ഷണൽ വൗച്ചർ. എങ്ങനെയാണ് ഒരു ഓപ്ഷണൽ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് യു ഷുഡ് ഗോ ടു ഗേറ്റ് വേ ഓഫ് ടാലി. ദെൻ ആ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ F11 സെലക്ട് ചെയ്യുക. അക്കൗണ്ട്, അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സാണ് F11 എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുക്കുക. ദെൻ അതിനകത്തുനിന്ന് റിവേഴ്സ് ജേണൽസ് ആൻഡ് ഓപ്ഷണൽ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ആ സ്ക്രീനിൽ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കണം. ഞാൻ യെസ് കൊടുത്തതാണ്, അതുകൊണ്ടാണ് അവിടെ ഓൾറെഡി യെസ് കാണിക്കുന്നത്. യൂസ് റിവേഴ്സ് ജേണൽസ് ആൻഡ് ഓപ്ഷണൽ വൗച്ചേഴ്സ് യെസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിത് സേവ് ചെയ്യുക. ആക്സെപ്റ്റ് ദി സ്ക്രീൻ ടു സേവ്. ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷണൽ വൗച്ചർ ഫീച്ചർ അവൈലബിൾ ആക്കി. ദെൻ നമുക്ക് ഈ ഓപ്ഷണൽ വൗച്ചർ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഒരു നമ്മൾ ചെയ്തു വെച്ച ഒരു വൗച്ചർ ഉണ്ട്, സെയിൽസ് വൗച്ചർ ഇവിടെ ഉണ്ട്. ഈ വൗച്ചറിനെ നമുക്ക് എങ്ങനെ ഓപ്ഷണൽ വൗച്ചർ ആക്കാം നോക്കാം. ഇത് റെഗുലർ വൗച്ചറാണ്, കാരണം നമുക്ക് നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ള ഒരു സെയിൽസ് വൗച്ചറാണ് ഇത് വരുന്നത്. ഇതിൽ നമ്മൾ ഓപ്ഷണൽ ആക്കണമെങ്കിൽ ഈ സൈഡിൽ എൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടില്ലേ നിങ്ങൾ, കൺട്രോൾ എൽ, അവിടെ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷണൽ വന്നു. ഞാൻ ഓപ്ഷണൽ പ്രസ് ചെയ്തു, അപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് നോക്കൂ, ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ആ സ്ക്രീനിൽ വന്നു. ഇപ്പോൾ ഈ വൗച്ചർ ഓപ്ഷണലായി. ഇനി ഇതിന് വേണമെങ്കിൽ എനിക്ക് തിരിച്ച് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ നമ്മൾ റെഗുലറാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഓപ്ഷണൽ വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ Alt+D അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷണൽ വൗച്ചർ നമുക്ക് ആവശ്യമില്ല എങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. കൺവേർട്ട് ചെയ്യണമെന്ന് നെസസറി ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഓപ്ഷണൽ വൗച്ചർ വ്യൂ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ഓപ്ഷണൽ വൗച്ചർ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്പ്ലേയിൽ പോവുക, എന്നിട്ട് എക്സംഷൻ റിപ്പോർട്ട് എടുക്കുക. എക്സംഷൻ റിപ്പോർട്ടിനകത്ത് ഓപ്ഷണൽ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷണൽ വൗച്ചേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്ററിലുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിലൊരു ഓപ്ഷണൽ വൗച്ചറിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ നമ്മളിപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഓപ്ഷണലാക്കിയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ആ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് വരും. ഇനി നമ്മൾ കുറേ ഓപ്ഷണൽ വൗച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ കാണിക്കും. ഇതിനകത്ത് ഡേറ്റ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷണൽ വൗച്ചേഴ്സ് കണ്ടില്ലേ, ഇത്രയും ഡീറ്റെയിൽസാണ് ഒരു ഓപ്ഷണൽ വൗച്ചേഴ്സിൽ ഉണ്ടാവുക. Reversing journals. Reversing journals are special journals that are automatically reversed after a specified date. They exist only till the date and are effective only when called for in reports like balance sheet. These are used in interim reporting in the course of financial year where accruals are required to be reported. These accruals are usually short term and are cleared in subsequent period. However, to get proper perspective, decision makers require the report with the full impact of all aspects and transactions. റിവേഴ്സ് ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജേണൽസ് ആണ് റിവേഴ്സ് ജേണൽസ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് ജേണൽസ് ഇറ്റ്സ് എ സ്പെഷ്യൽ ജേണലാണ്. അതൊരു സ്പെസിഫൈഡ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്യും. അങ്ങനെയുള്ള ജേണൽസിനെയാണ് റിവേഴ്സിങ് ജേണൽസ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സിങ് ജേണൽസ് ഇൻ്ററിം റിപ്പോർട്ടിംഗ് കേസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അക്രൂവൽസ് അങ്ങനത്തെ ഷോർട്ട് ടേം ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ലേ, അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്ന കേസുകളിലൊക്കെയാണ് നമ്മൾ റിവേഴ്സിങ് ജേണൽസ് യൂസ് ചെയ്യുന്നത്.
ദെൻ റിവേഴ്സിംഗ് ജേർണൽസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുക. അതിനകത്തുനിന്ന് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് F11 വരിക. സെലക്ട് F11, അതിൽ F1 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ആണ്. ദെൻ നമ്മൾ അതിനകത്ത് സെറ്റ് യൂസ് റിവേഴ്സിംഗ് ജേർണൽസ് ആൻഡ് ഓപ്ഷണൽ വൗച്ചേഴ്സ് എന്ന് ചോദിക്കും. അവിടെ യൂസ് റിവേഴ്സിംഗ് ജേർണൽസ് ആൻഡ് ഓപ്ഷണൽ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ കാണിക്കും. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തിട്ട് ആക്സെപ്റ്റ് ദി സ്ക്രീൻ ടു സേവ്, ആ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് വൗച്ചർ ആക്ടിവേറ്റ് ചെയ്യാം. യു മേ യൂസ് റിവേഴ്ഷൻ ജേർണൽ ഫോർ അക്കൗണ്ടിങ് ഓർ ഫോർ പ്രൊവൈഡിങ് ഫോർ ഡിപ്രീസിയേഷൻ. Since depreciation is usually provided during at the end of the year, using reverse journal, you may include them for monthly reporting or specified period to give more accurate status of position. നമുക്ക് ഡിപ്രീസിയേഷൻ ഇൻഫോർമേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ജേർണൽ യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ ഡിപ്രീസിയേഷൻ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിലാണ് കൊടുക്കുന്നത്. അങ്ങനെ റിവേഴ്സ് ജേർണലിൽ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി റിപ്പോർട്ടിലൊക്കെ ആക്ച്വൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിലെ കറൻറ്റ് പൊസിഷനെ പറ്റിയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ റിവേഴ്സ് ജേർണലിൽ കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓഫ് ₹23,000. എങ്ങനെ ഈ 23,000 പ്രൊവിഷൻ ഡിപ്രീസിയേഷൻ നമ്മൾ റിവേഴ്സ് ജേർണലിൽ കൊടുക്കുന്നുള്ളത് നോക്കാം. നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. അവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. നിങ്ങളോട് ചോദിച്ചില്ല, അവിടെ കണ്ടോ റിവേഴ്സ് ജേർണൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ ഇത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കാണിക്കുന്ന കണ്ടില്ല, ആപ്ലിക്കബിൾ അപ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ കാണിക്കുമെന്നുള്ളൂ. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ജേർണൽ ഉണ്ടാവില്ല, അത് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ്ഡ് ആവും. ദെൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡിപ്രീസിയേഷന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ റിവേഴ്സ് ജേർണലിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളൊരു ഡിപ്രീസിയേഷൻ റിവേഴ്സ് ജേർണലിൽ കൊടുക്കുന്നത്. സിമ്പിളാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടും പ്രൊവിഷണൽ അക്കൗണ്ടും ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ എന്താണോ ഗേറ്റ് വേ ഓഫ് ടാലി ആ സെയിം സ്റ്റെപ്പില്ലേ റിവേഴ്സ് ജേർണൽ എടുക്കുക. എന്നിട്ട് ഈ ഡിപ്രീസിയേഷനും പ്രൊവിഷനും ആ ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഡെബിറ്റ് ചെയ്യണം, ഡിപ്രീസിയേഷനെ ക്രെഡിറ്റ് ചെയ്യണം. അതിനകത്ത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡേറ്റ്, നരേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നരേഷനൊക്കെ കൊടുക്കാം. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് റിവേഴ്സിംഗ് ജേർണൽ രജിസ്റ്റർ. എങ്ങനെയാണ് ഈ ജേർണൽ രജിസ്റ്റർ നമ്മൾ മൊത്തത്തിലുള്ള റിവേഴ്സിങ്ങിൻ്റെത് കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓൾ വൗച്ചേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ റിവേഴ്സിംഗ് ജേർണൽ രജിസ്റ്റർ. റിവേഴ്സിങ്ങിനുള്ള എല്ലാ രജിസ്റ്റേഴ്സും ഈ റിവേഴ്സിംഗ് ജേർണൽ രജിസ്റ്ററിൽ അവൈലബിൾ ആയിരിക്കും. ഇതൊന്നും വേറൊരു അക്കൗണ്ടിലേക്കും റെഗുലർ പോസ്റ്റിലേക്ക് റെഗുലർ ആയിട്ടുള്ള റിപ്പോർട്ട്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നില്ല. ദേ ക്യാൻ ഓൺലി ബി സീൻ ഓൺലി ത്രൂ സെനാരിയോ. ആ ഒരു ഇതിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നോൺ കൺവെൻഷണൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പോകണമെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക. റിവേഴ്സിംഗ് ജേർണൽസിൻ്റെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക. ഡിസ്പ്ലേ എടുക്കുക. എല്ലാ റിപ്പോർട്ടുകളും ഡിസ്പ്ലേ പോയാലേ കാണുള്ളൂ. എന്നിട്ട് എക്സംഷൻ റിപ്പോർട്ട് താഴെ കണ്ടില്ലേ, എക്സംഷൻ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കും റിവേഴ്സിംഗ് ജേർണലിൻ്റെ റിപ്പോർട്ടാണോ എന്ന്. അപ്പോൾ മെമ്മോറാണ്ടം വൗച്ചറിൻ്റെ താഴെയായിട്ട് അത് റിവേഴ്സിംഗ് ജേർണൽസ് എന്ന് കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ റിവേഴ്സിംഗ് ജേർണൽസിൻ്റെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഒരു റിവേഴ്സിംഗ് ജേർണലേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ 23,000-ൻ്റെ. അതുകൊണ്ട് ആ റിപ്പോർട്ട് ഇവിടെ കാണിച്ചു. ഇങ്ങനെയാണ് റിവേഴ്സിംഗ് ജേർണൽസിൻ്റെ ട്രാൻസാക്ഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ്. While entering vouchers, we can post date them, and Tally will not update the ledger until the date specified in the voucher. This is most useful for entering transaction is taken place on regular basis. Tally user can use this facility for entering vouchers in advance for future transactions that are definite in nature. The voucher marked as post dated does not affect the books of accounts till the date specified in the voucher. This facility is extremely useful when the user has issued or received post dated checks. ഈ പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ട്രാൻസാക്ഷൻ ഇപ്പോഴേ എൻ്റർ ചെയ്ത് വെക്കുന്നതിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ എന്ന് പറയുന്നത്. ആ ഡേറ്റ് ആവുന്നത് വരെ ഈ ട്രാൻസാക്ഷൻസ് നമ്മളെ വൗച്ചേഴ്സിലൊന്നും റിഫ്ലക്റ്റ് ആവുകയും ചെയ്യില്ല.
നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും തന്നെ ഈ ട്രാൻസാക്ഷൻസ് റിഫ്ലക്റ്റ് ആവില്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നടക്കുന്ന തോന്നുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ഇങ്ങനെ പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ് നമ്മൾ ആദ്യം തന്നെ അടിച്ചു വയ്ക്കുക. അതായത് എനിക്കൊരു ചെക്ക് ഒക്കെ ആദ്യം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന മീൻസ് എൻ്റർ ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ആ ചെക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് പോസ്റ്റ് ഡേറ്റഡ് ആയിട്ട് വൗച്ചേഴ്സായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ എന്ന് പറയുന്നത്. നമ്മളൊരു വൗച്ചറിനെ പോസ്റ്റ് ഡേറ്റഡ് ആക്കണമെങ്കിൽ നമ്മൾ Ctrl+D എന്നിട്ട് പോസ്റ്റ് ഡേറ്റഡ് ബാറ് എന്നിട്ട് അതിനെ വിട്ട് ടോഗിൾ റെഗുലർ ആക്കണമെങ്കിൽ റെഗുലർ ടോഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഹൗ ടു എൻ്റർ എ പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ. ഒരു പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് വൗച്ചർ എൻട്രി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക. എന്നിട്ട് വൗച്ചർ എൻട്രി സെലക്ട് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൗച്ചർ സെലക്ട് ചെയ്യുക. ആ വൗച്ചറാണ് നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് ആക്കുന്നത്. അതുകൊണ്ടാണ് വൗച്ചറിൽ പോകാൻ പറയുന്നത്. അതായത് സപ്പോസ് ഒരു പർച്ചേസ് വൗച്ചറോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചറോ ആണ് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ള പേയ്മെൻറ്റ് നമ്മൾ ആദ്യം അടിച്ചു വയ്ക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കറസ്പോണ്ടിങ് വൗച്ചറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വൗച്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+T അതായത് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ കണ്ടില്ലേ, നിങ്ങളുടെ സൈഡിൽ കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ വരുന്നത്. അവിടെ പോസ്റ്റ് ഡേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നു. എന്നിട്ട് നിങ്ങൾക്കത് ഡേറ്റ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ആ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ രജിസ്റ്റർ എടുക്കുക. ഈ എല്ലാ പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സും പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ രജിസ്റ്ററിലാണ് അപ്പിയർ ചെയ്യുക. അതായത് ഒരു മന്തിൽ തന്നെ 4-5 പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻസ് എനിക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തതൊക്കെ കാണുക പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ രജിസ്റ്ററിലാണ് കാണിക്കുക. പോസ്റ്റ് ഡേറ്റഡ് വൗച്ചറും അതർ വൗച്ചറും തമ്മിലുള്ള കൺവെൻഷണൽ വൗച്ചറും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വിചാരിച്ചാൽ ഈ വൗച്ചേഴ്സ് റെഗുലർ അക്കൗണ്ട്സിനെ ആ ഡേറ്റ് മുതൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ്. മറ്റുള്ളതൊന്നും തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്യില്ല. അതായത് പോസ്റ്റ് ഡേറ്റഡ് ആകുമ്പോൾ ആ പർട്ടിക്കുലർ ഡേറ്റിന് ശേഷം അത് ഒരു വൗച്ചറായി തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ P&L അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്യും. ഇനി എങ്ങനെ നമ്മൾ വൗച്ചർ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളത് നോക്കാം. ഒരു വൗച്ചർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോവുക, ഡേ ബുക്കിൽ പോവുക, Alt+F1 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൗച്ചർ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു വൗച്ചർ ഓൾട്ടർ ചെയ്യുന്നത് നോക്കാം. ഒരു വൗച്ചർ ഓൾട്ടർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വൗച്ചർ ആണെങ്കിലും ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, എന്നിട്ട് ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം, ഡേ ബുക്ക് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യേണ്ട വൗച്ചർ എൻട്രി അത് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നെസസറി ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനി നമുക്കൊരു വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോവുക, ഡേ ബുക്ക് ഓപ്ഷൻ എടുക്കുക, Alt+D അടിക്കുക. എന്നിട്ട് യെസ് ആണെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ വൗച്ചർ ഡിലീറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ വന്നു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ വൗച്ചർ ഡിലീറ്റ് ആയി. ഇനി എങ്ങനെ ഒരു വൗച്ചർ ഇൻസേർട്ട് ചെയ്യും നോക്കാം. In order to insert a voucher, the following steps are needed. Go to Gateway of Tally and select Display. Select Daybook option. Select Voucher entry position in between other vouchers and press Alt+I keys. Alt+I ആണ്. അതടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൗച്ചർ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇൻസേർട്ട് ചെയ്യാം. പുതിയൊരു വൗച്ചർ നമ്മൾ അതിനുള്ളിൽ എൻ്റർ ചെയ്ത് ചേർത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വൗച്ചർ ക്ലാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.